ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ KWA ഓപ്പറേറ്റർ എക്സാമിൻ്റെ സൊല്യൂഷൻ വീഡിയോകളിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ എക്സാം കണ്ടക്ട് ചെയ്ത ഫസ്റ്റ് എക്സാമാണ്, എക്സാം നമ്പർ 1. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓൾഡ് എക്സാമാണ് ആക്ച്വലി, വി ഹാവ് ഡൺ ദ എക്സാം ബിഫോർ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 6th ഡിസംബറിലെ നടന്നൊരു എക്സാമാണ്. ഓക്കെ, കുറച്ച് ഓൾഡ് എക്സാമാണ്, എന്നാലും നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, if a number of resistances are connected in parallel, the effective resistance will be. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറേ റെസിസ്റ്റൻസുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഈക്വൽ ഇതാണെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു 5 ദെൻ സപ്പോസ് 10 15, ഇപ്പോൾ 3 റെസിസ്റ്ററാണുള്ളത്. ഇത് നമ്മൾ ആദ്യം സീരീസ് കണക്ട് ചെയ്യാം. അപ്പം റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് പോകും അല്ല. ഇപ്പോൾ 5 + 10 + 25, അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 30 കിട്ടി. ഇനി 3 പാരലായിട്ട് കണക്ട് ചെയ്യുന്നു, റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. എന്താണ് കിട്ടുക നമുക്ക്? 1/5 + 1/10 + 1/50 അല്ലേ. നമ്മൾ LCM എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് LCM ആസ് 30. അപ്പോൾ 30 LCM എടുക്കുമ്പോൾ നമുക്ക് × 6 × 6 × 3 × 3 × 2 × 2 അല്ലേ. അപ്പോൾ 36 + 3 + 2 / 30, അതായത് മൊത്തം കിട്ടുക 11/30 എന്നുള്ളതാണ്. ശരിയല്ലേ? ഇത് 1/R ആണ്. 1/R എഫക്റ്റീവ് ആണ് നമ്മുടെ 11/30. അപ്പം R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 30/11. 30/11 വെച്ചാൽ നിങ്ങളത് 10 ആക്കിയിട്ട് വേണം ചുരുക്കിക്കോ. അപ്പോൾ അത്ര കിട്ടും? 3 കിട്ടുള്ളൂ അല്ല, അല്ലെങ്കിൽ 3 അടുപ്പിച്ചിട്ടുള്ളൊരു വാല്യൂ. ശരിയല്ലേ? അപ്പം ഇവിടെ നമ്മൾ എക്സാമ്പിൾ ചെയ്താണ് 3.5 എന്നോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോ, എന്തായാലും കുഴപ്പമില്ല. 3 അടുപ്പിച്ചിട്ടുള്ള വാല്യൂ കിട്ടും. ഇതിൻ്റെ അകത്തുള്ള അനാലിസിസ് എന്താണ് ഗൈസ്? അതായത് നിങ്ങളെ സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 30. അതായത് നിങ്ങളെ തന്നിരിക്കുന്ന റെസിസ്റ്റൻസുകളിലെ ഏറ്റവും വലിയ വാല്യൂവിനെക്കാട്ടിയും കൂടുതൽ റിസൾട്ട് ആയിരിക്കും സീരീസ് ആയിട്ട് നിങ്ങൾ റെസിസ്റ്ററുകളെ കണക്ട് ചെയ്താൽ കിട്ടുന്നത്. അതാണ് ഒന്നാമത്തെ ഇൻഫറൻസ്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെക്കാട്ടിയും കൂടുതൽ വാല്യൂ ആണ് നിങ്ങൾ എഫക്റ്റീവ് റെസിസ്റ്റർ, തന്നിരിക്കുന്ന റെസിസ്റ്ററുകളിലെ ഹയസ്റ്റ് വാല്യൂവിനെക്കാട്ടിയും കൂടുതൽ വാല്യൂ ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസിന് ആൻസർ ആയിട്ട് കിട്ടുക സീരീസ് ആയിട്ട് കണ്ടേ. പാരലാണെങ്കിൽ നിങ്ങൾ നോക്കൂ, തന്നിരിക്കുന്ന റെസിസ്റ്റൻസുകളിലെ ചെറിയ വാല്യൂയേക്കാൾ ചെറിയ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ 5 ആണ്, അതിനെക്കാളും ചെറിയ വാല്യൂ ആയ 3.5 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായി? അപ്പം ഇഫ് എ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ആ സർക്യൂട്ടിലെ ലോവസ്റ്റ് റെസിസ്റ്റൻസിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതാണ് ഈ ഇൻഫറൻസ്. 2 ഇൻഫറൻസും ചെയ്തു തന്നിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കോൾഡ് തെർമിസ്റ്റേഴ്സ്? ഓക്കെ, തെർമിസ്റ്റേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആക്ച്വലി. അതായത് ഇറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, നമ്മൾ തെർമിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ഇപ്പോൾ PTC എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നുള്ളതാണ് PTC. വാരിസ്റ്റേഴ്സ് ഈസ് അനദർ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ്. LDR ഈസ് അനദർ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ. ലൈറ്റിന്റെ ബേസ് ആയിട്ടുള്ള റെസിസ്റ്റർ ആണ് LDR. NTC എന്ന് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ തെർമിസ്റ്ററുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് NTC റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആസ് NTC റെസിസ്റ്റേഴ്സ്. സോ നെക്സ്റ്റ് ജസ്റ്റ് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഫ്ലക്സ്. ഓക്കെ, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ആണ്, ഓർക്കണം, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് നമുക്കറിയാം, എന്താണത്? വെബർ ആണ് അല്ല. മാഗ്നറ്റിക് ഫ്ലക്സിന് നമ്മൾ സിമ്പിൾ അടക്കം അറിയാം, 5 വെബർ. ഇത് ഇലക്ട്രിക്കൽ ഫ്ലക്സ് ആണ്. ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അതേതാണ്? ചാർജ് അല്ലേ. ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളം. അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്ലക്സിന്റെ യൂണിറ്റ് കൂളം. ക്ലിയർ? ആംപിയർ ഇതിന്റെ യൂണിറ്റ് ആണ് കറണ്ട്.
വെബർ എന്ന യൂണിറ്റ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഫാരഡ് ഓഫ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയ ചാർജ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണ്, മാഗ്നറ്റിക് ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോൾ ഫ്ലക്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ചാർജിന്റെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഫ്ലക്സിന്റെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആണ് ചാർജിന്റെ യൂണിറ്റ് ആണ് എന്ത്? കൂളംബ്. അതുപോലെ ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് എന്ത്? വെബർ. സോ യുവർ ആൻസർ വിൽ ബി കൂളംബ്. ഓക്കെ, നെക്സ്റ്റ് കൺവെൻഷണൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ഈസ് ഫ്രം. ഇലക്ട്രിക്കൽ കറണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് പോവുക. ഓക്കെ, വേറെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോവും. കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. ഓക്കെ, അതായത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നതാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ. പക്ഷേ ഇലക്ട്രോൺസ് ആണ് ചോദിച്ചെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഫോർ എ ഹ്യൂമൻ ബോഡി ദ ഹാൻഡ് ടു ഫുട്ട് റെസിസ്റ്റൻസ് ഈസ് അബൌട്ട്. ഓക്കെ, ഹാൻഡിന് താഴെ ഫുട്ട് റെസിസ്റ്റൻസ് ഒരു ഹ്യൂമൻ ബോഡിയിൽ എത്രയാണെന്ന് ചോദിച്ചത് ജനറൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 400 ഓം ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ, 400 ഓം. ഓക്കെ, ഇതിന്റെ പല റെസിസ്റ്റൻസും ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തേക്ക്. ഇത് ഹാൻഡ് ടു ഫുട്ട് റെസിസ്റ്റൻസ് ആണ് 400 ഓം. ഇനി ഫുൾ ബോഡി അറ്റ് വെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1000 ഓം ആണ്. ദെൻ ഫുൾ ബോഡി അറ്റ് ഡ്രൈ കണ്ടീഷൻ, വെറ്റ് കണ്ടീഷൻ മാറി ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ 50,000 ഓം ആണ്. ദെൻ ഇയർ ടു ഇയർ റെസിസ്റ്റൻസ് ആണെങ്കിൽ 100 ഓം. ഇതൊന്നും അങ്ങനെ പഠിച്ചു വെക്കണമെന്നല്ല, ഞാൻ എൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞതല്ല. ഇത് ജസ്റ്റ് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടാൽ മതി. ഹാൻഡ് ടു ഫുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ഓം ആണെന്ന് കാണും. ഓക്കെ, നെക്സ്റ്റ് 1 ഇന്റർനാഷണൽ ഓം. ഇതും ജനറലായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. 1 ഇന്റർനാഷണൽ ഓം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.00049 അബ്സല്യൂട്ട് ഓം. ഓക്കെ, ഇനി ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി 1 ഇന്റർനാഷണൽ വോൾട്ടേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ 1.00034 അബ്സല്യൂട്ട് വോൾട്ട് അല്ലെങ്കിൽ വോൾട്ട്. ഓക്കെ, ജസ്റ്റ് പഠിച്ചു വെക്കേണ്ട സാധനമേ ഉള്ളൂ. 1 ഇന്റർനാഷണൽ ഓം എന്ന് പറഞ്ഞാൽ 1.00049 അബ്സല്യൂട്ട് ഓം. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ. ഓക്കെ, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്താലല്ലേ കറണ്ട് ഉണ്ടാവുള്ളൂ. കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവില്ല. അതായത് ഐ എത്രയാണ്? 0. ശരിയല്ലേ, കറണ്ട് എത്രയാണ്? കണ്ടക്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ കറണ്ട് ഇല്ല, കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ കറണ്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്താവും? റെസിസ്റ്റൻസ് വിൽ ബി ഇൻഫിനിറ്റി അല്ല, I = V/R അല്ലേ. അപ്പോൾ R ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അല്ലേ നമുക്ക് റെസിസ്റ്റൻസ് നമ്മൾ കറണ്ട് 0 കിട്ടുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ചാലും മതി, എന്തായാലും കുഴപ്പമില്ല. മനസ്സിലാക്കി വെക്കുക, ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? ഇൻഫിനിറ്റി ആണ്, കാരണം കറണ്ട് ഒന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് R ohm. ദ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. ഡബിൾ ആയിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ റെസിസ്റ്റൻസ് എന്തായിട്ട് പോവും എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വയർ നിങ്ങൾ റെസിസ്റ്റൻസ് എന്നാന്ന് വിചാരിക്കും, n ടൈംസ് സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് n² R ആണ്. ഇവിടെ ഡബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 2² R, അതായത് 4R ആയിരിക്കും അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ഈ റെസിസ്റ്റൻസിനെ ഹാഫ് ആക്കാമെന്ന് വിചാരിക്കും. ഹാഫ് ആക്കുന്നത് അപ്പോൾ എത്ര കിട്ടും? 1/2 സ്ക്വയർ R, അതായത് 1/4 R. ഓക്കെ, അത്തരത്തിലാണ് ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തേണ്ടത്. നെക്സ്റ്റ്, പിന്നെ കാർബൺ റെസിസ്റ്റർ ദ ടോളറൻസ് ബാൻഡ് ഈസ് നോട്ട് മാർക്ക്ഡ്. ടോളറൻസ് മാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഏതെടുക്കണം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 ടോളറൻസ് ബാൻഡാണ് അറിയാം. ഏതൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, നോ കളർ. അപ്പോൾ ഗോൾഡിന് 5%, കളർ കോഡിൻ്റെ കാര്യമാണ് ഓർക്കുന്നത്, കളർ കോഡാണ് കേട്ടോ. പിന്നെ സിൽവർ 10%, കളറൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ എത്ര? 20%. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നോ കളറൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ എടുക്കണം. അപ്പോൾ
your answer will be 20%. Okay, അതാണ് അതിൻ്റെ ഉത്തരം. Mass of proton is greater than എത്ര ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ? ഇത് ഓൾറെഡി നമ്മളെല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യം. ഇറ്റ് ഈസ് 1840 ടൈംസ് അല്ലേ. മാസ് ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു 1840 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ. നെക്സ്റ്റ്, വെൻ 10 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, നെറ്റ് റെസിസ്റ്റൻസ്. അതായത് നിങ്ങൾ ഇപ്പം സപ്പോസ് n റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളിത് സീരീസിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിസ്റ്റൻസ് വിൽ ബി, എല്ലാം ഒരേപോലത്തെ റെസിസ്റ്റൻസ് ആണെങ്കിൽ R ഇൻറ്റു n. അതായത് ഇപ്പോൾ 10 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ, ഇപ്പം 10 അല്ല ഇവിടെ പറഞ്ഞു, അപ്പോൾ 10 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 6 ഇൻറ്റു 10. ഇനി ഇത് പാരലാന്ന് വിചാരിക്കും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 6/n. ഓക്കെ, അപ്പോൾ 10 റെസിസ്റ്റർ ആണെങ്കിൽ 6/10. ഏതാണ് ക്വസ്റ്റ്യൻ തന്നെ അതുകൊണ്ട് നോക്കാം. അപ്പം സീരീസ് ആണെങ്കിൽ 10 സീരീസ് ആണെങ്കിൽ n ഇൻറ്റു 6, പാരലാണെങ്കിൽ 6/n. ഓക്കെ, അപ്പോൾ ഇവിടെ 10 റെസിസ്റ്ററിന് 6ന്റെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? 47. അപ്പോൾ എത്ര എന്ത് വരും? 47 ഇൻറ്റു 10, അപ്പോൾ 470. ഇവിടെ ഈ പാരലലി ആണ് കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം 47/10, അപ്പോൾ എത്ര വരും? 4.7. സോ 4.7 ആണ് ഇതിൻ്റെ ഉത്തരം. പാരലാണെന്ന് പറഞ്ഞുകൊണ്ട്, സീരീസ് ആണെന്ന് പറഞ്ഞാൽ ഇതാണ് ഉത്തരം. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങളതിനെ അനലൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എ ചാർജ് ഓഫ് 100 കൂളം, അതായത് ക്യൂ അല്ലെ, ചാർജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ. അപ്പോൾ ക്യൂ തന്നിട്ടുണ്ട് എത്ര? 100. കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ I, എത്ര? I. ടൈമാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ചാർജും കറണ്ടും ടൈമുള്ള ഇക്വേഷൻ Q is equal to I into T. ഇവിടെ T ആണ് കാണേണ്ടത്. അപ്പോൾ T എന്ന് പറഞ്ഞാൽ Q/I. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ 100, ടൈം എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എത്ര കിട്ടും? 100 എന്ത്? സെക്കൻഡ്സ്. അപ്പോൾ 100 സെക്കൻഡ്സ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സിമ്പിൾ അനാലിസിസ് ആണ്, ഈസിയാണ്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ EMF എന്ന് നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്ന സാധനം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. EMF, MMF മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം EMF എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വോൾട്ടേജ് സോഴ്സ് അല്ലെ. വോൾട്ടേജ് സോഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. EMFന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. കാരണം ടോർക്കും ഫോഴ്സും ഒന്നും അല്ല കാര്യങ്ങൾ. നമ്മളെന്താണ് അവിടെ എത്ര വോൾട്ടേജ്, നമ്മൾ വോൾട്ടേജ് സോഴ്സിൽ എത്ര വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് അറിയുന്നതാണ് നമ്മൾ എന്ത്? EMF. ഓക്കെ, നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ബിക്കോസ്. എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് പാരലൽ ആക്കുന്നത്? ഇതിൽ ഏറ്റവും ആപ്റ്റായ ആൻസർ നിങ്ങളൊന്ന് നോക്കി നോക്കും. ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ വരിക? അതായത് ഓരോ അപ്ലയൻസിനും ഇൻഡിവിജ്വലായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പറേഷൻ നടത്തണം അല്ലെ. അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം അടിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം പോവും അല്ലെ. അപ്പോൾ മേക്ക് ദ ഓപ്പറേഷൻ അപ്ലയൻസ്, മേക്ക് ദ ഓപ്പറേഷൻ ഓഫ് അപ്ലയൻസസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. എല്ലാം ഇൻഡിപെൻഡന്റ്ലി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാം പാരലലി നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ഷുഡ് ബി. നമ്മൾ റെസിസ്റ്റർ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു റെസിസ്റ്റർ, ഒരു മെറ്റീരിയൽ റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ റെസിസ്റ്റീവിറ്റിന്റെ സ്റ്റാൻഡേർഡ് റെസിസ്റ്ററിന്റെ മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെ വേണമെന്ന്. ഓക്കെ, നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ മെറ്റീരിയൽ എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? റെസിസ്റ്റിവിറ്റി കൂടണം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? കുറവായിരിക്കണം. നമ്മളത് റെസിസ്റ്റർ മെറ്റീരിയലിന്റെ വയറോ അല്ല മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, അതോടൊപ്പം തന്നെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസിസ്റ്റിവിറ്റി കൂടണം, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യണം? കുറയണം. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് യൂറോക്ക വയർ? യൂറോക്ക നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒരു 0 ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. യൂറോക്കയുടെ പ്രോപ്പർട്ടിയാണ് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയലുകൾ. ഓക്കെ, അതായത് റെസിസ്റ്റൻസ്
എന്ത് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ യുറേക്ക ധാരണ പ്രത്യേകത ഒരു റിയോസ്റ്റാറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, റിയോസ്റ്റാറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഡാഷ് ഫേസസ് ഓഫ് എ ക്യൂബ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ഓക്കെ, അതൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ജനറൽ ഒരു പറയുന്ന പോലെ തന്നെയാണ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെ ഫേസുകളുടെ ഓപ്പോസിറ്റ് ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓപ്പോസിറ്റ് ഫേസുകളാണ് കേട്ടോ. ഒരു ക്യൂബ് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഫേസിന്റെ റെസിസ്റ്റൻസ് ആണ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, വിച്ച് ദ ഫോളോയിങ് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമുക്ക് ഓൾറെഡി അറിയാം, സെമി കണ്ടക്ടറുകളും ഇൻസുലേറ്ററുകളുമാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഇൻസുലേറ്ററോ അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറോ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ ഏതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെമി കണ്ടക്ടറായ സിലിക്കൺ അല്ലേ. അപ്പോൾ സിലിക്കണുള്ള ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ. കറക്റ്റ് സീക്വൻസ് ഓഫ് കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഓൺ ദ ബേസ് ഓഫ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകാനുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കണ്ടക്ടർ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി പറയുന്നത് സിൽവർ ആണ്. അതുകൊണ്ടാണ് എല്ലാ ഓപ്ഷനും സിൽവർ വന്നിരിക്കുന്നത്. പിന്നെ ഗോൾഡ് ആണോ കോപ്പർ ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. കാരണം അലൂമിനിയം എന്താണ്, സെമി കണ്ടക്ടർ ആണ്. അപ്പോൾ അതിന് കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ അലുമിനിയം ഏറ്റവും ലാസ്റ്റ് വരുള്ളൂ, ഫസ്റ്റ്ലി ആരേ വരുള്ളൂ, സിൽവറേ വരുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ്? സിൽവർ, പിന്നെ വരുന്നത് കോപ്പർ, പിന്നെ വരുന്നത് ഏതാണ്? ഗോൾഡ്, പിന്നെ അലുമിനിയം. അപ്പം സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം എന്ന ലെവലിലാണ് നമ്മളെ കണ്ടക്ടർ മെറ്റീരിയലുകളുടെ സീക്വൻസ് ഓഫ് അറേഞ്ച്മെന്റ് വരിക. അപ്പോൾ സിൽവർ, കോപ്പർ, ഗോൾഡ് ആൻഡ് അലുമിനിയം, അതാണ് അതിൻ്റെ ഒരു റേഞ്ച്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, number of electrons in the outermost orbit. Number of electrons in the outermost orbit of an atom of an insulator. ഒരു ഇൻസുലേറ്ററിന്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ ഉള്ള ആറ്റംസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ സപ്പോസ് 0 വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 0 ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ അതിന് അത്തരത്തിലുള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ സെമി കണ്ടക്ടർ. ഓക്കെ, പിന്നെ ഇപ്പോൾ സപ്പോസ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൽ ലെസ് ദാൻ 4 ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടർ. ഇനി ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസുലേറ്റർ. ഇവിടെ ഇൻസുലേറ്ററിന്റെ കാര്യം ചോദിച്ചാൽ അപ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ 4 ആണ്. ഇത് ലെസ് ദാൻ 4 ആണ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കണ്ടക്ടർ എന്ന് വിളിക്കും. ഇനി ഇത് ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? വി കോൾ എസ് ആസ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ മീറ്റർ ക്യൂബ് ഓഫ് മെറ്റീരിയൽ. ഓപ്പോസിറ്റ് ഫേസസ്, ഒരു മെറ്റീരിയലിൻ്റെ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് മീറ്റർ ക്യൂബ് മെറ്റീരിയലിൻ്റെ ഓപ്പോസിറ്റ് ഫേസസിൽ വിളിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണത് അല്ലേ, റെസിസ്റ്റിവിറ്റി. ഒരു കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ക്യൂബിന് മെറ്റീരിയലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് കണ്ടില്ല നിങ്ങൾ ഓർക്കുക, സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരു മീറ്റർ ക്യൂബ് മെറ്റീരിയലിൻ്റെ ഓപ്പോസിറ്റ് ഫേസുകളിൽ വരുന്നതാണ് നമ്മുടെ എന്ത്? റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ എന്ത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അതിലെ കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് 150 ohm, in the absence of 150 ohm resistor, it can build with എത്ര റെസിസ്റ്റൻസ് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആബ്സെൻസ് അല്ല, ആക്ച്വലി അത്
നമുക്ക് 150 ഓം റെസിസ്റ്റൻസ്, അത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, 150 ഓം റെസിസ്റ്റർ ഏതൊക്കെ ഈ തന്നിരിക്കുന്ന ഏതൊക്കെ കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 150 ഓം റെസിസ്റ്റൻസ് ഈ തന്നിരിക്കുന്നവരെ ഏതൊക്കെ കൊണ്ട് ബിൽഡ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം ആക്ച്വലി. ഓക്കെ, അപ്പോൾ 150 ഓം റെസിസ്റ്റർ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം? 3 100 ഓം റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവുമോ? ഇല്ല. എത്ര വരിക? 100/3 വരിക. അപ്പോൾ അതല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 100 ഓം റെസിസ്റ്റൻസ് ഇൻ സീരീസ്, 100 ഓം എന്ന് പറഞ്ഞാൽ 200 വരിക. നെക്സ്റ്റ് 100 ഓം ഇൻ പാരലൽ, അതായത് 100/2 പ്ലസ് 1 ഓം ഇൻ സീരീസ്. അപ്പോൾ എത്ര വരും? 50 + 50. അപ്പോൾ എത്ര വരിക? 100 വരിക. അടുത്ത് 250 ഓം സീരീസ്. അപ്പോൾ 250 എന്ന് പറയുമ്പോൾ 100 പ്ലസ് 2 100 ഓം ഇൻ പാരലൽ, അപ്പോൾ 100/2. അപ്പോൾ 100 + 50 150. ഇതാണ് ആ കോമ്പിനേഷൻ വരേണ്ടത് അല്ലേ? അപ്പോൾ ഇറ്റ് ക്യാൻ ബിൽഡ് വിത്ത് 2 50 ഓം സീരീസിൽ എടുക്കുക, എന്നിട്ട് 2 100 ഓം പാരലൽ എടുത്തു കഴിഞ്ഞാൽ 100 + 100/2. അപ്പം 100 + 50 150 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് എ ഫ്രീ ഇലക്ട്രോൺ മീൻസ്. ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിമ്പിളായിട്ട് നിങ്ങൾ വായിച്ചാൽ തന്നെ പറഞ്ഞാൽ ഏറ്റവും അറ്റത്ത് അല്ലേ, ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ലൂസായിട്ട് അറ്റാച്ച് ചെയ്ത് ന്യൂക്ലിയസുമായിട്ട് ലൂസായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഇലക്ട്രോൺ ആണ് ഫ്രീ ഇലക്ട്രോൺ. ദാറ്റ് ഈസ് ദ വാലൻസ് ഇലക്ട്രോൺസ് വിച്ച് ആർ ലൂസ്ലി അറ്റാച്ച്ഡ് ടു ന്യൂക്ലിയസ്. ഓക്കെ, ലൂസായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സാധനമാണ് എന്ത്? വാലൻസ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, നെക്സ്റ്റ് വിത്ത് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഇൻസുലേറ്റർ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കണ്ടക്ടർ എന്ന് പറയുന്ന സാധനം എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടും. സെമി കണ്ടക്ടർ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഇൻസുലേറ്റർ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി എന്താ ചെയ്യുന്നത്? ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുകയാണ്? കുറയുക ചെയ്യുന്നത്. അതായത് അതെന്താണ്? വീക്കൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ വീക്കൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ. കറണ്ട് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. I = IR എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ I = V/R എന്ന് പറയാം. അതായത് കറണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അപ്ലൈഡ് വോൾട്ടേജ്, റെസിസ്റ്റൻസ്. സോ ബോത്ത് ദ റെസിസ്റ്റൻസ് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതാണ് നമ്മുടെ കറണ്ട് ഫ്ലോയിങ്. ഓക്കെ, നെക്സ്റ്റ് ദ കളർ ബാങ്ക് അല്ല ആക്ച്വലി ബാൻഡ്. ഓക്കെ, ദ കളർ ബാൻഡ്സ് ഓൺ എ ഫിക്സഡ് കാർബൺ റെസിസ്റ്റൻസ് ആർ ബ്രൗൺ, റെഡ്, ബ്ലാക്ക് റെസ്പെക്റ്റീവ്ലി അല്ലേ. അപ്പോൾ അത് വരാം. നമുക്ക് BB റോയ് എന്നുള്ള ഇതറിയാം. അപ്പോൾ അത് കൂടുതലായിട്ട് ഇനി പറഞ്ഞു പോകണമെന്നല്ല. ബ്രൗൺ റെപ്രസെൻസ് 1 അല്ലേ. ഇപ്പം വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ് അല്ലേ. ഓക്കെ, അപ്പം 0 1 2 3 4 5 6 7 8 9. ഓക്കെ, ബ്ലാക്ക് ബ്രൗൺ. ആദ്യം ബ്ലാക്ക് ആണ്, പിന്നെ ബ്രൗൺ ആണ്. അപ്പം ബ്രൗൺ 1. പിന്നെ റെഡ് എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത് അല്ലേ. അപ്പം 2 എന്ന് പറയുമ്പം എത്ര വരും? 2 എന്ന് പറയുമ്പോൾ 2. പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 10⁻⁴. അപ്പോൾ എത്ര വരും? ഇത്രയേ ഉള്ളൂ അല്ലേ. 12 10⁻⁴ 1. അപ്പോൾ ഉത്തരം 12. അപ്പോൾ 12 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 12 ഓം ആണ്. ഇതിന് ഓം ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ 12 ഓം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഈസിലി നമുക്കത് പിക്ക് ചെയ്യാം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് അഗൈൻ ഐ എം ടെല്ലിംഗ് സെമി കണ്ടക്ടർ ആണ്. തന്നിരിക്കുന്ന സെമി കണ്ടക്ടർ ഏതാണ്? ആ സെമി കണ്ടക്ടർ ജർമ്മൻ സിലിക്കൺ ആണ്. അല്ലെങ്കിൽ കാർബണും എന്താണ്? ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ കാർബണും. ഓക്കെ, then when resistors of different values are connected in parallel dash across each resistance is seen. കുറേ റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാരൽ സർക്യൂട്ടിൽ എന്ത് സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്? വോൾട്ടേജ് സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താണ്? ഓരോ റെസിസ്റ്ററുകളുടെ സെയിം ആണ്. പക്ഷെ സീരീസിലാവുമ്പോൾ എന്ത് സെയിം ആണ്? കറണ്ട് സെയിം ആണ് ഇൻ സീരീസ് കണക്ഷൻ. അതുപോലെ തന്നെ
പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണ് ഇൻ പാരലൽ കണക്ഷൻ. ഓക്കെ, 1 മെഗാ ഓം 1 മെഗാ ഓം ജസ്റ്റ് അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. അതായത് 1 മെഗാ ഓം 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻³ ആണ്. 1 മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. ഓക്കെ, അപ്പോൾ 6 0 വേണം. അപ്പോൾ 6 0 എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നതിൽ ഇവിടെ 1000 ആയി. അപ്പോൾ ഇവിടെ 3 0 ആയി. കെ റെപ്രസെന്റ്സ് 10⁻³ അല്ല, അപ്പോൾ 10⁻³ 10⁻³ ഇതാണ് ഉത്തരം. മൊത്തം 10⁻6 വരുമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വരിക കേട്ടോ. മാത്സ് ആണത് ആക്ച്വലി, സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാവുന്ന 10⁻6 ഓം. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. ആ റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എത്രയാണ്, ഓം മീറ്റർ ആണ്. ശരിയല്ലേ, ഓം മീറ്റർ അല്ല റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ്. അപ്പം ഓം മീറ്റർ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആണ്. ഓക്കെ, സർക്യൂട്ട് ഞാൻ ആക്ച്വലി വരയ്ക്കാം. ദ സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക് this is your circuit. ഒരു 20 ഓം റെസിസ്റ്റർ, ഇവിടെ അടുത്ത 40 ഓം റെസിസ്റ്റർ, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് 120 വോൾട്ട്. കറണ്ട് കാണാനാണ് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് അറിയാൻ നമുക്ക്. കറണ്ടിൻ്റെ ഫോർമുല എന്താണ്, V/R ആണ്. പി ഓൾറെഡി വന്നിട്ടുണ്ട് 120/R. 6 പക്ഷേ ഒരു റെസിസ്റ്ററിൽ 2 തന്നിട്ടുണ്ട്. അപ്പോൾ 2 റെസിസ്റ്റർ സീരീസ് ആണ് കണ്ടിരുന്നത്. അപ്പോൾ എഫക്റ്റീവ് സീരീസ് റെസിസ്റ്റൻസ് എത്രയാണ്, 20 + 40. അപ്പോൾ എത്രയാണ്, 60 ഓം വരും. നമ്മളിവിടെ എഴുതേണ്ടത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് 60. സോ യുവർ ആൻസർ ബി 2 ഓം അല്ലേ. സിമ്പിൾ അനാലിസിസ് 2 ഓം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദർ ആർ 2 ബൾബ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് 1 ബ്ലോസ് ഔട്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് സീരീസുള്ള സാധനങ്ങൾ ഒരെണ്ണം എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ബ്ലോ ഔട്ട് ചെയ്യുന്നു, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം ബ്ലോ ഔട്ട് ചെയ്താൽ തന്നെ മൊത്തം കണക്ഷനെ ഡാമേജ് ചെയ്യും. അപ്പം എന്താ പ്രശ്നം വരിക, അത് അതർ ബൾബ് വിൽ ഓൾസോ സ്റ്റോപ്പ് ഗ്ലോയിങ്. അത് മറ്റേ ബൾബ് എന്ത് ചെയ്യില്ല, ഗ്ലോ ചെയ്യില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. ദ വോൾട്ടേജ് അക്രോസ് ദ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ അവസ്ഥ എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ട് വേണം. അപ്പം ആ സർക്യൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ ഓപ്പണായ സ്ഥലം. ഇതിൻ്റെ അക്രോസ് നമ്മളൊരു 10 ഓം കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു 100 വോൾട്ടാണ് ഉള്ളത്. ഓക്കെ, ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ സർക്യൂട്ട് പാരലാണ് ആക്ച്വലി. ഓക്കെ, ഇത് ഓപ്പൺ ആയാൽ കൂടി ഇവിടെ കിട്ടുന്ന അതേ വോൾട്ടേജ് നമുക്ക് ഇവിടെയും കിട്ടും. ശരിയല്ലേ? അപ്പം എത്രയാണ് ഉത്തരം വരിക, 100 വോൾട്ട് അല്ലേ. കാരണം ഇവിടെ എത്രയാണോ വോൾട്ടേജ്, കാരണം റെസിസ്റ്ററിന് അക്രോസ് ഇവിടെയും വോൾട്ടേജ് വരും. കാരണം റെസിസ്റ്ററിന് അക്രോസ് 100 വോൾട്ടാണ് വരിക. അപ്പോൾ ഈ അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ശരിയല്ല? അപ്പോൾ 100 വോൾട്ടേജാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. ഓക്കെ, നമുക്ക് ആദ്യം സർക്യൂട്ട് വരക്കാം. ഇത് എയും ഇത് ബിയും ആണ്. ഇത് 4 ഓം, ഇത് 1 ഓം, ഇത് 2 ഓം, ഇത് 3 ഓം. ഓക്കെ, അപ്പോൾ ഈ എ ബിൻ്റെ അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. 1ഉം 2ഉം പാരലലാണ്. 1ഉം 2ഉം പാരലാണെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 × 2 / 3, അതായത് 2/3. ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ ആക്ച്വലി സർക്യൂട്ട് എങ്ങനെയാണല്ലോ, ഇവിടെ ഒരു 4 ഓം, ഇവിടെ ഒരു 2/3 ഓം, പിന്നെ ഇവിടെ ആരുണ്ട്, ഒരു 3 ഓം. ഓക്കെ, നോക്കുവാണെങ്കിൽ ഇത് മൊത്തം എന്താണ്, മൊത്തം 3 സീരീസ് ആയിട്ടുള്ള പോലെ തോന്നുന്നു അല്ലേ. അപ്പോൾ എത്ര ഉത്തരം വരിക, 4 + 3 + 2/3. അപ്പോൾ എത്ര കിട്ടും, 7 + 2/3.
ഈ 2/3 എത്രയാണെന്ന് നോക്കിയാൽ മതി. 2/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി 2/3 എന്ന് പറഞ്ഞാൽ 0.66 എന്നുള്ള ലെവലിലുള്ളൊരു ഉത്തരമാണ്. ഓക്കെ, അപ്പം 7 + 0.66 അതായത് 7.66 എന്നൊരു ഉത്തരം. അവിടെ 7.67. ഓക്കെ, അതന്നെയാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ അനാലിസിസ് വരുന്നത്. പാരലായിരുന്നു. അപ്പോൾ പാരലിൻ്റെ ഇക്വലൻ്റ് കണ്ടുപിടിച്ചു, പ്ലസ് ഇതും കൂടി കൂട്ടി പ്ലസ് ഇതും കൂടി, കാരണം അല്ലാതെ സീരീസ് ആയിട്ടാണ് കണക്ഷൻസ് മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ഇൻ എ ഡാഷ് സർക്യൂട്ട് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലാർജസ്റ്റ് റെസിസ്റ്റൻസ്. ഇതാണ് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ ഞാൻ നമ്മൾ 5ഉം 10ഉം 15ഉം എടുത്ത്, അപ്പോൾ അതിലെ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് ഏതാ? 10. ആ 10നെക്കാട്ടിയും കൂടുതലായിരുന്നു നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നത്. ശരിയല്ല? എത്ര കിട്ടി? 30 കിട്ടി. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിലെ ലാർജസ്റ്റ് റെസിസ്റ്റൻസിനെക്കാട്ടിയും കൂടുതലാണ് നിങ്ങളുടെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക. ഏത് സർക്യൂട്ടിൽ? സീരീസ് സർക്യൂട്ടിൽ. ശരിയല്ല? അപ്പോൾ ഉത്തരം സീരീസ് സർക്യൂട്ട്. അതാണ് അതിൻ്റെ ആൻസർ. ഇതിൻ്റെ ഫോളോയിങ് കണ്ടക്ടീവ് റെസിസ്റ്റൻസ് ആസ് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, തന്നിരിക്കുന്നതിലുള്ളവർ ഏതാണ് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസിലെ ഈ ആൾക്കാരെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ തന്നിരിക്കുന്നതിൽ ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വെച്ചാൽ കാർബണിനാണ് കുറച്ചുകൂടി റെസിസ്റ്റിവിറ്റി കൂടുതൽ. ഓക്കെ, ബാക്കിയുള്ളതിന് തന്നിരിക്കുന്നതിലെ റെസിസ്റ്റിവിറ്റി എന്താണ്? കുറവാണെന്നുള്ള ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. എക്സാമ്പിൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വാല്യൂസ് ഒന്നും പഠിക്കാൻ നിൽക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ്, വോൾട്ട് ഈസ് ദ ഓർണമെന്റൽ നെയിം ഫോർ. ഏതാണ് ഓർണമെന്റൽ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, അവർ ചോദിക്കുന്ന യൂണിറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന യൂണിറ്റ് ഏതുകളാണ് എന്നുള്ളതാണ് നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേതാണ്? അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയുവാണെങ്കിൽ പ്രശ്നമല്ല. നമുക്ക് ഇക്വേഷനുകൾ നോക്കാം. V = I/R. അതിൻ്റെ അകത്ത് നമുക്ക് വോൾട്ട് കിട്ടും. വോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിന് പകരം ഏതാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. വാട്ട് പെർ അവർ ആണോ നോക്കാം. പവറാണ് വാട്ട് അല്ലേ? അപ്പോൾ P/T അവർ എന്ന് പറഞ്ഞാൽ ടൈം ആണല്ലോ. അപ്പോൾ പവർ വർക്കാണോ? അല്ല, P/T അല്ല വോൾട്ട്. പിന്നെ ജൂൾ സെക്കൻഡ് ആണോ? അതായത് എനർജി ഇൻറ്റു ടൈം, E/T ആണോ? അതുമല്ല. വാട്ട് അവർ എനർജി, അതുമല്ല. ജൂൾ പെർ കൂളം ആണോ നോക്കാം. അതായത് വോൾട്ട് ഈക്വൽ ടു ജൂള്, ഇങ്ങനൊരു ഇക്വേഷൻ W/Q എന്നുള്ളത് അല്ലെ. ഇതിൽ W എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനർജിയാണ്, വർക്ക് അല്ലെങ്കിൽ എനർജി. അപ്പോൾ എനർജി ബൈ ചാർജ്. ശരിയല്ലേ? ഇതാണ് വോൾട്ട്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ആരാ? എനർജി എന്ന് പറയുന്നത് ജൂള്, ചാർജ് എന്ന് പറഞ്ഞാൽ ആരാ? കൂളം. അപ്പോൾ ജൂൾ പെർ കൂളം. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അപ്പോൾ വോൾട്ട് എന്ന് പറഞ്ഞാൽ ആ വോൾട്ടിന് അതർ യൂണിറ്റ് ആ ഒരു ലെവലിൽ പഠിച്ചാൽ മതി. എന്താണത്? ജൂൾ പെർ കൂളം ആണ്. നെക്സ്റ്റ്, കാർബൺ കമ്പോസിറ്റ് റെസിസ്റ്റൻസ് ഹാവിംഗ് ദ കളർ കോഡ് ഓഫ് റെഡ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. ഗോൾഡ് ആകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്? 5% ടോളറൻസ് ആണ്. ഓക്കെ, അപ്പോൾ 5 ടോളറൻസ്. അപ്പോൾ ഇതുമല്ല, ഇത് മാത്രമല്ല, ബാക്കി എല്ലാത്തിനും 5%. അപ്പോൾ ഇതിലേതാണ് നോക്കേണ്ടി വരും അല്ലേ? അപ്പോൾ റെഡ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി അത് എഴുതാം. അതാണ് എഴുതി വെക്കുന്നതിന് കുറച്ചുകൂടി ബെറ്റർ. ഞാനും നമ്മളെല്ലാവരും അത് മറന്നു പോകും അല്ലേ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ബ്ലാക്ക്, ബ്രൗൺ. അപ്പോൾ ബ്ലാക്ക് കൂടിയല്ല. അപ്പോൾ ആദ്യം റെഡ് അല്ലേ? അപ്പോൾ റെഡിൻ്റെ എടുക്കുക. റെഡ് എന്ന് പറഞ്ഞാൽ 2, പിന്നെയും റെഡ്. അപ്പോൾ വീണ്ടും റെഡ് തന്നെ എഴുതാം. 22. പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇതല്ല ബ്ലാക്ക്. അപ്പം 10⁻²0. അപ്പോൾ എത്ര കിട്ടി? 22, 10⁻²0 വന്നു. ഇപ്പോൾ 22 ഓം, പിന്നെ 5% ടോളറൻസ്. അപ്പോൾ 22 ഓം വിത്ത് 5% ടോളറൻസ്. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിളായി അനലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി നമ്മളൊരു മെറ്റീരിയലിന്, വയറിൻ്റെ മെറ്റീരിയൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വയറിൻ്റെ മെറ്റീരിയലിനാണ് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് റെസിസ്റ്റൻസ് വയർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ആ വയറിൻ്റെ മെറ്റീരിയലിനെ. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ മെറ്റീരിയൽ. ഓക്കെ, എന്ത് മെറ്റീരിയലാണ് അതനുസരിച്ചാണ് റെസിസ്റ്റിവിറ്റിൻ്റെ കാര്യങ്ങൾ മാറുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ കണ്ടക്ടറുകളുടെ കേസിൽ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിൽവർ ആണ് കേസ്. ഓക്കെ, സിൽവർ ആണ് കണ്ടക്ടറിസിറ്റിൻ്റെ ബെസ്റ്റ് കണ്ടക്ടർ. ഓക്കെ, ബാക്കി ഗോൾഡും കോപ്പറും ഇതൊക്കെ തന്നാൽ കൂടിയും ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടറായിട്ട് വരുന്നത് ഏതാണ്? സിൽവർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് എക്സാം നമ്പർ 1
ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറോ ക്വസ്റ്റ്യൻ ക്ലിയറായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു സൊല്യൂഷൻ വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ താങ്ക് യു.